ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷാഹി പനീറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 2 സവാള, ഒരു 2 തക്കാളി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്. അത് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഒരു 8-9 എണ്ണം മതിയാവും. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ ചൂടാക്കുക. ഞാൻ എടുത്തിരിക്കുന്ന റിഫൈൻഡ് ഓയിലാണ്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മളിപ്പോൾ എടുത്ത പച്ചമുളകും സവാളയും തക്കാളിയും നല്ലപോലെ ചൂടാക്കുക. അത് അതിൻ്റെ ഒരു പച്ച ഇത് മാറുന്നവരെ നമ്മൾ നല്ലപോലെ ഇളക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ആ പാത്രത്തിലേക്ക് നമുക്കുള്ള കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. അതിനകത്തേക്ക് ബേ ലീഫും കറുവപ്പട്ടയും ഗ്രാമ്പൂ ഏലക്കയും എല്ലാം ആഡ് ചെയ്യാം. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിക്കുക. പേസ്റ്റ് ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഷാഹി പനീറിൻ്റെ റെഡിമെയ്ഡ് മസാലയാണ്. അത് പാലിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഒരു 2-3 മിനിറ്റ്സ് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കുക. അത് നല്ലപോലെ ബോയിലായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് മസാല ഇല്ലെങ്കിലും ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മാത്രം ഇട്ടാലും മതി. എരിയൊക്കെ നമ്മുടെ എത്ര ആവശ്യം അനുസരിച്ച് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പനീർ ആഡ് ചെയ്യാം. പനീർ ഫ്രൈ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതൊരു കുറച്ച് നേരം നല്ലപോലെ തിളപ്പിക്കുക. അതൊന്ന് വെന്ത് വരണം, പനീർ വേവുന്ന അങ്ങനെ വരണം. നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എത്രയാണോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക. വെള്ളം ഗ്രേവി എത്രയാണ് വേണ്ടതിനനുസരിച്ച് അങ്ങനെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.